നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. പൈത്തണിലെ പ്രധാനപ്പെട്ട 3 ഡേറ്റ സ്ട്രക്ചേഴ്സാണ് ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറീസ്. ഇവയെ തന്നെ മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ എന്ന് രണ്ടായി തരംതിരിക്കുന്നു. അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡേറ്റാസ് അഥവാ മൾട്ടിപ്പിൾ ഐറ്റംസ് ഇവയെ ഒന്നിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് അഥവാ ഡേറ്റ സ്ട്രക്ചറാണ്. 2 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഡേറ്റ ലിസ്റ്റിൽ സേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി എന്നിങ്ങനെ കോമ സെപ്പറേറ്റ് ആയി സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇവയെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഡിഫറൻറ്റ് സ്ട്രിംഗ് വാല്യൂസ് ഫ്രൂട്ട്സ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഫ്രൂട്ട്സ് എന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ലിസ്റ്റ് ആണ്. ഇതുപോലെ ഇൻഡിജേഴ്സ്, ഫ്ലോട്ട് ആൻഡ് മിക്സഡ് വാല്യൂസ് ഇവ നമുക്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ലിസ്റ്റിലെ ഓരോ വാല്യൂവും എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് അഥവാ അസസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻഡെക്സിംഗ് യൂസ് ചെയ്താണ് ലിസ്റ്റിലെ എലമെന്റ്സ് അസസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന വാല്യൂ ആപ്പിൾ, സെക്കൻഡ് വാല്യൂ ബനാന, തേർഡ് വാല്യൂ ചെറി എന്നിങ്ങനെയാണ്. എന്നാൽ ലിസ്റ്റിൽ 1, 2, 3 എന്നല്ല പൊസിഷനിങ്, 0, 1, 2, 3 എന്നാണ് പൊസിഷനിങ്. അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആണ്. സോ ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് ഓഫ് 1 എന്ന് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ബനാന എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ വാല്യൂവും ഇൻഡെക്സിങ് യൂസ് ചെയ്ത് നമുക്ക് അസസ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഈ ഒരു ലിസ്റ്റിലെ വാല്യൂസ് മോഡിഫൈ ചെയ്യുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുമോ? ലിസ്റ്റിലെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ലിസ്റ്റിനെ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിലെ ബനാന എന്ന വാല്യൂ ചേഞ്ച് ചെയ്ത് മാംഗോ എന്നാക്കണം. അതിനു വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഓഫ് 1 ഈക്വൽ ടു മാംഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബനാന എന്ന വാല്യൂ മാറിയതായി കാണാം. ഇനി ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് പൊസിഷനിൽ മാംഗോ എന്ന വാല്യൂ കാണാം. സോ ഇതുപോലെ ലിസ്റ്റിലെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഇനി ഈ ഒരു ലിസ്റ്റിലേക്ക് ഒരു പുതിയ ഡേറ്റ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അപ്പെൻഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒരു പുതിയ ഫ്രൂട്ട് ആഡ് ചെയ്യണം, ലെറ്റ്സ് സേ ഗ്രേപ്സ്. അതിനുവേണ്ടി ഫ്രൂട്ട്സ് ഡോട്ട് അപ്പെൻഡ് ഇൻ ബ്രാക്കറ്റ് ഗ്രേപ്സ് എന്ന് വാല്യൂ കൊടുത്താൽ മതിയാകും. ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ ഗ്രേപ്സ് എന്ന വാല്യൂ ആഡ് ആയതായി കാണാം. ഇനി ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഒരു വാല്യൂ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് സാധിക്കും. ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ വാല്യൂ ഈ ഒരു മെത്തേഡിൽ പാസ് ചെയ്താൽ മതിയാകും. സോ അപ്പെൻഡ്, റിമൂവ് എന്നീ മെത്തേഡുകൾ യൂസ് ചെയ്ത് വാല്യൂസ് ആഡ് ചെയ്യുവാനും റിമൂവ് ചെയ്യുവാനും സാധിക്കും. മറ്റൊരു ഡേറ്റ സ്ട്രക്ചറാണ് ടപ്പിൾ. ലിസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ് ടപ്പിൾ. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പാരന്തസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം ടപ്പിൾസിന് എക്സാമ്പിൾസ് ആണ്. ടപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ഇമ്മ്യൂട്ടബിൾ ആണ്. വിച്ച് മീൻസ് ടപ്പിൾസ് ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ വി കനോട്ട് മോഡിഫൈ വാല്യൂസ് ഇൻ ടപ്പിൾസ്. ടപ്പിൾസിലെ വാല്യൂസ് അസസ് ചെയ്യുന്നത് ലിസ്റ്റ് പോലെ തന്നെയാണ്. ഇൻഡെക്സിങ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ അസസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ഓഫ് 1, ഫ്രൂട്ട്സ് ഓഫ് 0 എന്നിങ്ങനെ യൂസ് ചെയ്ത് ഡേറ്റ അസസ് ചെയ്യുവാൻ സാധിക്കും. ഇനി മറ്റൊരു ഡേറ്റ സ്ട്രക്ചറാണ് ഡിക്ഷണറി. ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയറായിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുന്നത്. ഇതൊരു ഡിക്ഷണറിക്ക് എക്സാമ്പിൾ ആണ്. കേർലി ബ്രേസസിനകത്ത് കീ വാല്യൂ പെയറായിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന ഡിക്ഷണറിയിൽ നെയിം എന്ന കീയിൽ ആലീസ് എന്ന വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏജ് എന്ന കീയിൽ 25, കോഴ്സ് എന്ന കീയിൽ പൈത്തൺ എന്നിങ്ങനെയാണ് ഡേറ്റ സേവ് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം അസസ് ചെയ്യുവാൻ സ്റ്റുഡൻറ്റ് ഓഫ് കീ നെയിം കൊടുത്താൽ മതിയാകും. ബേസിക്കലി ഡിക്ഷണറി ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ കീ, ഏത് കീ ആണോ നമുക്ക് അസസ് ചെയ്യേണ്ടത് ആ ഒരു കീ കൊടുത്താൽ മതിയാകും. പുതിയൊരു വാല്യൂ ആഡ് ചെയ്യുന്നതിനോ ചേഞ്ച് ചെയ്യുന്നതിനോ ഡിക്ഷണറി നെയിം ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ കീ ദെൻ ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ അസൈൻ ചെയ്യുക. ഇങ്ങനെ നമുക്ക് പുതിയൊരു ഡേറ്റ നമുക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഡിക്ഷണറിയിൽ നിന്നും ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ ഡെൽ എന്ന കീവേഡ് യൂസ് ചെയ്യാം. ഏത് വാല്യൂ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു വാല്യൂവിന് മുൻപ് ഡെൽ എന്ന കീവേഡ് യൂസ് ചെയ്യണം. ഇങ്ങനെ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഡിലീറ്റ് ആകും. ഡിക്ഷണറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കീയും യുണീക്ക് ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടാകാൻ പാടില്ല. ഡ്യൂപ്ലിക്കേറ്റ് കീസ് ആഡ് ചെയ്താൽ എറർ കിട്ടുവാൻ സാധ്യതയുണ്ട്.
ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു ഡേറ്റ സ്ട്രക്ചറിൽ മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന്. മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റ മോഡിഫിക്കേഷൻ അലോ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ്. എക്സാമ്പിൾ ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ്സ് എന്നിവ. സെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഡേറ്റ സ്ട്രക്ചറാണ്. കേർലി ബ്രാക്കറ്റ്സിൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ടാണ് സെറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഓൺസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് മോഡിഫിക്കേഷൻ നടത്താൻ സാധ്യമല്ലാത്ത ഡേറ്റ സ്ട്രക്ചറാണ്. എക്സാമ്പിൾ ടപ്പിൾ, സ്ട്രിങ്സ് എന്നിവ. സ്ട്രിങ്സിലെ ഓരോ ക്യാരക്ടറും ലിസ്റ്റ് പോലെ ഇൻഡെക്സ് യൂസ് ചെയ്ത് അസസ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കില്ല. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ് യൂസ് ചെയ്യുന്നതിന് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം. മീൻസ് ലേറ്റർ സ്റ്റേജിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജിൽ ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. ഡൈനാമിക്കലി ഡേറ്റ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഡിഫറൻസ്. പൈത്തൺ ഇൻ്റർവ്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ്.